അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പഠനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാൾ ടിക്കറ്റൊക്കെ വന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങളുടെ മദ്രസയിലെ ഉസ്താദുമാരുമായി ബന്ധപ്പെടുക, അവർ അതെടുത്ത് തരും. അപ്പോൾ അതങ്ങനെ അതിൻ്റെ വഴിക്ക് നടക്കും. ഇനി നമ്മുടെ പഠനം നമ്മുടെ വഴിക്ക് നടക്കണം, നമ്മുടെ വഴിക്ക് അതിനെ നടത്തണം. അപ്പോൾ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുന്നു. നിർബന്ധമായിട്ടും റിവിഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇൻഷാല്ലാ നമ്മൾ നമ്മുടെ സിലബസൊക്കെ കവർ ചെയ്ത് തരും. കൃത്യമായിട്ട് പഠിച്ചു പോവുക. പിന്നെ സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ച് ആൾക്കാർ പിന്നെ ഒരു പെൻഡിങ്ങിലുണ്ടാകും. എന്നാലും എക്സാം കഴിഞ്ഞ ഉടനെ ഫുൾ ടൈം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരിക. ഇൻഷാല്ലാ എല്ലാവർക്കും 90% മാർക്ക് വാങ്ങിയിട്ട് സ്കോളർഷിപ്പ് അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട്, പഠിക്കാനുള്ളത് കൊണ്ട് കൂടുതലായിട്ട് ആമുഖമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് റമളാനും നോമ്പുകളും എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിൻ്റെ 4ാമത്തെ പാർട്ടാണ്. 100 ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ 101 മുതലുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ 101ാമത്തെ ചോദ്യം ഇതാണ്: ഒരു മുദ്ദ് എത്ര മില്ലി ലിറ്റർ ആണ് എന്നുള്ളതാണ്. ഒരു മുദ്ദ് എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ എത്രയാണ് പറയേണ്ടത്? 800 എന്ന് പറയണം കേട്ടോ. ഒരു മുദ്ദ് എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചാൽ 800 മില്ലി ലിറ്ററാണ് ഒരു മുദ്ദ്. ഗർഭിണിക്കും മുലയൂട്ടുന്നവർക്കും നോമ്പ് കളാ വീട്ടുന്നതിനോടൊപ്പം മുദ്ദ് കൊടുക്കൽ നിർബന്ധമാകുക എപ്പോഴാണ്? കുഞ്ഞിന് നാശം സംഭവിക്കുമെന്ന ഭയത്താലാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ എന്നുള്ളതാണ്. അതായത് ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളും മുലയൂട്ടുന്നവരും നോമ്പ് കളാ വീട്ടണം അല്ലേ? നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കളാ വീട്ടണം. ഈ നോമ്പ് കളാ വീട്ടുന്നതിൻ്റെ കൂടെ മുദ്ദ് കൊടുക്കുകയും ചെയ്യണം. അതെപ്പോഴാണ്? കുഞ്ഞിന് നാശം സംഭവിക്കുമെന്ന ഭയത്താലാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ, അഥവാ സ്വയം ശരീരത്തിനല്ല, കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസമുണ്ടാകും എന്ന ഉദ്ദേശത്തിലാണ് ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീകളും നോമ്പ് എടുക്കാതിരുന്നത് എങ്കിൽ നോമ്പ് കളാ വീട്ടുന്നതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മുദ്ദ് കൊടുക്കണം. അപ്പോൾ ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ നോമ്പിനും ഓരോ മുദ്ദ് എന്ന രീതിയിലാണ് അതിൻ്റെ കണക്ക് വരുന്നത്. ഇനി ഗർഭിണിക്കും മുലയൂട്ടുന്നവർക്കും നോമ്പ് കളാ വീട്ടുന്നതിനോടൊപ്പം മുദ്ദ് നൽകേണ്ടതില്ലാത്തത് എപ്പോഴാണ്? തൻ്റെ നാശമോ തൻ്റെയും കുഞ്ഞിൻ്റെയും നാശമോ ഭയന്നാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ, അഥവാ നോമ്പെടുത്തു കഴിഞ്ഞാൽ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാകും, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിനും കുഞ്ഞിനും കുഴപ്പമുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? മുദ്ദ് നൽകേണ്ടതില്ല, കളാ വീട്ടിയാൽ മതി. അപ്പോൾ കുഞ്ഞിൻ്റെ പ്രശ്നം മാത്രമാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എങ്കിൽ അവിടെ മുദ്ദ് കൊടുക്കണം. ഇനി കുഞ്ഞിൻ്റെ അല്ല, സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, അല്ലെങ്കിൽ തനിക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ അവിടെ മുദ്ദ് നൽകേണ്ടതില്ല. ഇനി മതപരമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ, ഉദാഹരണം സൗന്ദര്യ സംരക്ഷണമൊക്കെ പോലുള്ള മതപരമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ നോമ്പ് ഒഴിവാക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് ഹറാമാണ്. മതപരമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ നോമ്പ് ഒഴിവാക്കുന്നതിൻ്റെ വിധി ഹറാമാണ്. അപ്പോൾ ഒരു മതപരമായ കാരണവുമില്ല, മതം അനുവദിച്ചിട്ടുള്ള കാരണങ്ങളൊന്നുമില്ലാതെ സൗന്ദര്യ സംരക്ഷണമൊക്കെ പോലുള്ള കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുന്നത് എങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കൽ എന്താണ്? അത് ഹറാമാണ്. രോഗി, വാർദ്ധക്യമുള്ളവർ, ഗർഭിണി എന്നിവർക്കോ ജീവിച്ചിരിപ്പുള്ള മറ്റൊരാൾക്കോ പകരമായി വേറൊരാൾ നോമ്പ് നോക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അതായത് ഒരു രോഗിയായ ഒരാൾ, ഈ വാർദ്ധക്യമുള്ള ഒരാൾ, അതുപോലെ തന്നെ ഗർഭിണി, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിച്ചിരിപ്പുള്ള മറ്റൊരാൾക്കോ വേണ്ടിയിട്ട് പകരമായിട്ട് എന്ത് ചെയ്യുക? ഒരാൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ അതെന്താണ്? ഹറാമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു രോഗിക്ക് വേണ്ടിയിട്ട് നോമ്പ് നോൽക്കുന്നു, അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ച ഒരാൾ. അപ്പോൾ രോഗിക്ക് നമുക്കറിയാം എന്താണ്? സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമാണെങ്കിൽ അവർക്ക് നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വാർദ്ധക്യ സഹജമായ പ്രയാസമുള്ളവർ, അവരും നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗർഭിണി അവർ നോമ്പ് തൽക്കാലം എടുക്കുന്നില്ലെങ്കിലും പിന്നീട് കളാ വീട്ടിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ള മറ്റൊരാൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരാൾക്ക് വേണ്ടിയിട്ടും പകരം ഒരാൾ നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹറാമാണ്. അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല. ഇനി ഒരു മുദ്ദ് ഭക്ഷ്യധാന്യം സാധുക്കളായ മുസ്ലിങ്ങൾക്ക് നൽകുന്നതിനെ പറയുന്നത് എന്താണ്? ഫിദിയ എന്നാണ് പറയുക. അപ്പോൾ നോമ്പ് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു മുദ്ദ് സാധുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഫിദിയ കൊടുക്കുക, അല്ലെങ്കിൽ ഫിദിയ എന്നാണ് പറയുക. ഫിദിയ നൽകൽ ആരംഭിക്കുന്ന സമയം എപ്പോഴാണ്? തൊട്ട് മുമ്പുള്ള സൂര്യാസ്തമയം മുതലാണ്. അതായത് നാളെ പകൽ ഒരാൾ നോമ്പ് എടുക്കുന്നില്ലെങ്കിൽ തൊട്ട് തലേന്ന് സൂര്യൻ അസ്തമിച്ച സമയം മുതൽ എന്ത് ചെയ്യാം? ആ നോമ്പെടുക്കാത്തതിൻ്റെ മുദ്ദ് നൽകി തുടങ്ങാവുന്നതാണ്. അപ്പം നോമ്പിൻ്റെ പകലിൻ്റെ തൊട്ട് തലേന്നുള്ള സൂര്യാസ്തമയം മുതലാണ് ഫിദിയ നൽകൽ ആരംഭിച്ച് തുടങ്ങാവുന്ന സമയം എന്ന് പറയുന്നത്. ഒരു റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ്
അകാരണമായി അടുത്ത റമദാൻ വരെ ഖളാ വീട്ടാതെ പിന്തിപ്പിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അപ്പോൾ നമുക്ക് റമദാനിലൊരു നോമ്പ് ഖളാ എന്ന് വിചാരിക്കുക. അടുത്ത കൊല്ലം റമദാൻ ആകുന്നത് വരെ അത് ഖളാ വീട്ടാതിരുന്നാൽ എന്താണ്? അത് ഹറാമാണ്. റമദാൻ ആയിട്ടും ഖളാ വീട്ടുന്നില്ലെങ്കിൽ അതിനേക്കാൾ പിന്തിപ്പിക്കൽ എന്താണ്? ഹറാമാണ്. ഫിദിയ നൽകേണ്ടത് ആർക്കാണ്? അപ്പം നമ്മൾ പറഞ്ഞല്ലോ, എന്തെങ്കിലും കാരണം കൊണ്ട്, വാർദ്ധക്യം കൊണ്ട് അല്ലെങ്കിൽ അസുഖമായത് കൊണ്ട്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാരണം കൊണ്ട് നോമ്പെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഫിദിയ കൊടുക്കണം, മുദ്ദ് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അഥവാ ഈ കാരണം പിന്നീട് നീങ്ങില്ല. അപ്പോൾ ആ വാർദ്ധക്യം പിന്നീട് നീങ്ങിപ്പോകില്ല, അല്ലെങ്കിൽ ഒരിക്കലും ഭേദമാകാൻ സാധ്യതയില്ലാത്ത രോഗം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നോമ്പെടുക്കാതെ മുദ്ദ് കൊടുക്കുക, അല്ലേ? ഫിദിയ കൊടുക്കുക. അപ്പോൾ ആ ഫിദിയ നൽകേണ്ടത് ആർക്കാണ്? ഫക്കീറോ മിസ്കീനോ ആയ മുസ്ലിങ്ങൾക്കാണ് ഫിദിയ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കേണ്ടത്. അപ്പോൾ സക്കാത്തിൻ്റെ മറ്റ് അവകാശികൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല, അല്ലേ? അപ്പോൾ സക്കാത്തിൻ്റെ 8 അവകാശികൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സക്കാത്തിൻ്റെ അവകാശികളായിട്ടുള്ള ഇന്നമ സ്വതക്കാത്തുൽ ഫുഖറാഇ വൽ മസാകിൻ വൽ ആമിലീന അലൈഹ എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ, വഴിയാത്രക്കാർ, പൊതുവിശ്വാസികൾ, അല്ലേ? മോചനപത്രം എഴുതിയ അടിമ, ഇങ്ങനെയുള്ള ഒരുപാട് സക്കാത്തിൻ്റെ അവകാശികളുണ്ട്. അപ്പോൾ ഈ സക്കാത്തിൻ്റെ മറ്റ് അവകാശികൾക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഫിദിയ അല്ലെങ്കിൽ മുദ്ദ് കൊടുക്കാൻ പാടില്ല. ഫക്കീറോ മിസ്കീനോ ആയ ആളുകൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ നോമ്പിന് വിട്ടുവീഴ്ച ലഭിക്കാനുള്ള യാത്രയുടെ ദൈർഘ്യം എത്രയാണ്? 132 കിലോമീറ്ററാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ജമ്മു കസറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിട്ടുള്ള യാത്രയുടെ അതേ ദൈർഘ്യമായിട്ടുള്ള 132 കിലോമീറ്ററാണ് നോമ്പിന് വിട്ടുവീഴ്ച ലഭിക്കാനുള്ള യാത്രയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. യാത്ര കാരണം നോമ്പിന് ഇളവ് ലഭിക്കാൻ യാത്ര ആരംഭിക്കേണ്ട സമയം എപ്പോഴാണ്? സുബഹിക്ക് മുമ്പാണ്. അപ്പം നമുക്കറിയാം യാത്രക്കാരന് നോമ്പ് നിർബന്ധം ഇല്ല എന്നറിയാം, അല്ലേ? അപ്പോൾ എപ്പോഴും യാത്ര ആരംഭിച്ചിരിക്കേണ്ടത്? നോമ്പ് നോൽക്കേണ്ട സമയം കഴിഞ്ഞ് സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ പോയാൽ മതിയോ? പോരാ. സുബഹിക്ക് മുമ്പ് യാത്ര ആരംഭിക്കണം. അതുപോലെ തന്നെ 132 കിലോമീറ്റർ ജമ്മാക്കാനും കസറാക്കാനൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ള 132 കിലോമീറ്റർ ദൈർഘ്യമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് യാത്ര കാരണം നോമ്പിന് ഇളവ് ലഭിക്കുന്നത്. റമദാൻ നോമ്പ് ഉടൻ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാകുന്നത് എപ്പോഴാണ്? അകാരണമായി നോമ്പ് ഉപേക്ഷിച്ചാലാണ്. അപ്പോൾ അകാരണമായിട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ പറഞ്ഞു അതിൻ്റെ ഹുക്കം എന്താണ്? ഹറാമാണ്. അപ്പോൾ അങ്ങനെ അകാരണമായിട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചാൽ അത് ഖളാ വീട്ടൽ എന്താണ്? വളരെ പെട്ടെന്ന് തന്നെ ഖളാ വീട്ടണം. അതെന്ത് ചെയ്യാൻ പാടില്ല? സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നോമ്പ് എടുക്കാൻ പറ്റാതെ വന്നാൽ അടുത്ത റമദാൻ ആകുമ്പോഴേക്ക് എന്ത് ചെയ്താൽ മതി? ഖളാ വീട്ടിയാൽ മതി. പക്ഷെ ഒരു കാരണവുമില്ലാതെ ഒരാൾ നോമ്പെടുക്കാതിരുന്നാൽ വൈകിപ്പിക്കാൻ പാടില്ല. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? അത് ഖളാ വീട്ടിയിരിക്കണം. നോമ്പ് ഖളാ വീട്ടാൻ സാധിച്ചിട്ടും ഖളാ വീട്ടാതെ മരണപ്പെട്ടാൽ ചെയ്യേണ്ടത് എന്താണ്? പരേതൻ്റെ സ്വത്തിൽ നിന്ന് ഫിദിയ നൽകുകയോ മറ്റാരെങ്കിലും നോറ്റ് വീട്ടുകയോ ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? മരിച്ചു, പക്ഷേ അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാനുണ്ടായിരുന്നു, പക്ഷേ ഖളാ വീട്ടാൻ സാധിച്ചിട്ടുണ്ട്. കാരണം അയാൾ എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾക്ക് നോമ്പ് ഖളാ ആയിട്ടുണ്ട്. ഖളാ ആയതിനു ശേഷം ഒരുപാട് ദിവസങ്ങൾ അയാൾക്ക് ഖളാ വീട്ടാൻ പറ്റുന്ന ദിവസങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഖളാ വീട്ടാതെ മരണപ്പെട്ടാൽ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്? ഒന്നുകിൽ എന്ത് ചെയ്യുക? അയാളുടെ സ്വത്തിൽ നിന്ന് ഫിദിയക്ക് വേണ്ടി പണം ചെലവാക്കുകയും അയാളുടെ സ്വത്തിൽ നിന്ന് ഫിദിയ നൽകുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? മറ്റാരെങ്കിലും അയാൾക്ക് വേണ്ടി നോമ്പ് ഖളാ വീട്ടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് ചെയ്യേണ്ടത്. ഫിദിയ നൽകുകയോ കുടുംബക്കാർ നോമ്പ് നോറ്റ് വീട്ടുകയോ ചെയ്യൽ നിർബന്ധമാകുന്ന സന്ദർഭം എപ്പോഴാണ്? ശർഈയായ ഒരു കാരണവും കൂടാതെ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ച് മരണപ്പെട്ടാൽ. അപ്പോൾ നോക്കുക, ശർഈയായ ഒരു കാരണം കൂടാതെ, അഥവാ ഒരു കാരണവുമില്ലാതെ എന്ത് ചെയ്തു? ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു. ഒരു കാരണവും ഇല്ലാതെ ഒരാൾ നോമ്പ് ഉപേക്ഷിച്ചു, എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്തു, ഖളാ വീട്ടാതെ മരിച്ചു. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഒന്നുകിൽ കുടുംബക്കാരാരെങ്കിലും അയാൾക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ ഖളാ വീട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഫിദിയ കൊടുക്കണം. കാരണം അയാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടത് ഒരു കാരണവും ഇല്ലാതെയാണ്. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അയാളുടെ സമ്പത്തിൽ നിന്ന് ഫിദിയ കൊടുക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും അയാൾക്ക് വേണ്ടി നോമ്പ് ഖളാ വീട്ടുക. നോമ്പിൻ്റെ ഫറളുകൾ എത്രയാണ്? 2 ഫറളുകളാണ് നോമ്പിനുള്ളത്. നോമ്പിൻ്റെ ഫറളുകൾ 2ആണ്. റമളാനിലെ മുഴുവൻ നോമ്പുകൾക്കുമുള്ള നിയ്യത്ത് റമളാനിലെ ആദ്യ രാത്രി വെച്ചാൽ മതി എന്ന് അഭിപ്രായമുള്ള മദ്ഹബ് ഏതാണ്? മാലിക്കി മദ്ഹബാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ റമളാനിൽ എന്ത് ചെയ്യാറുണ്ട്? ഓരോ ദിവസവും തലേന്ന് രാത്രിയൊക്കെ ആയിട്ട് നിയ്യത്ത് വെക്കാറുണ്ട്, അല്ലേ? പക്ഷെ എന്നാൽ മാലിക്കി മദ്ഹബ് അനുസരിച്ച് റമളാനിലെ ആദ്യ രാത്രിയിൽ 30
നോമ്പിനുമുള്ള അല്ലെങ്കിൽ ആ റമദാനിലെ എല്ലാ നോമ്പുകൾക്കും വേണ്ട നിയത്ത് വെച്ചാൽ മതിയാകുന്നതാണ്. അപ്പോൾ എന്താ ചോദ്യം? റമദാനിലെ മുഴുവൻ നോമ്പുകൾക്കുമുള്ള നിയത്ത് റമദാനിലെ ആദ്യ രാത്രി വെച്ചാൽ മതിയെന്ന് അഭിപ്രായമുള്ള മദ്ഹബ് ഏതാണ്? മാലിക്കി മദ്ഹബാണ്. റമദാനിലെ ആദ്യ രാത്രിയിൽ എല്ലാ നോമ്പുകളുടെയും നിയത്ത് വെക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒറ്റ നിയത്ത് വെച്ചിട്ട് എല്ലാ നോമ്പും അനുഷ്ഠിക്കാൻ കഴിയില്ലെങ്കിലും നമുക്കും അങ്ങനെ നിയത്ത് വെക്കാം. റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ മുഴുവൻ നോമ്പുകൾക്കും വേണ്ട നിയത്ത് വെക്കാം. അങ്ങനെ വെക്കുന്നത് എന്ത് തന്നെയാണ്? സുന്നത്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെ എല്ലാ നോമ്പുകൾക്കും വേണ്ടി ഒറ്റ നിയത്ത് നമുക്ക് മതിയാകില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സുന്നത്ത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഹിക്മത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തത്വം എന്താണെന്ന് നമുക്ക് പറയാം. നോമ്പിൻ്റെ നിയ്യത്തിൽ സുന്നത്താകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അദാ ഓ ഖലാ ഓ എന്ന് പറയുക, ഫർളാണെന്ന് കരുതുക, വർഷം നിർണ്ണയിക്കുക, അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതുക, ഇതൊക്കെ എന്താണ്? സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ റമദാൻ ഹാദിസനത്തിലില്ലാഹി തആല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടുള്ള നിയ്യത്താണ് നമ്മൾ സാധാരണ വെക്കാറ്. അപ്പോൾ അതാ ആയ അല്ലേ, ഫർളായ, റമദാനിൽ മാസത്തിൽ നിന്നുള്ള എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അഥവാ നമ്മൾ പറയുന്നത് പൂർണ്ണമായ നിയ്യത്താണ്. എന്നാൽ അതാ ആണോ ഖലാ ആണോ എന്ന് പറയുക, ഫറലാണ് എന്ന് കരുതുക, വർഷം അല്ലെ ഇക്കൊല്ലത്തെ എന്ന് പറയാം, അള്ളാഹുവിന് വേണ്ടി എന്ന് പറയും. ഇതൊക്കെ എന്താണ്? നോമ്പിൻ്റെ നിയ്യത്തിൽ സുന്നത്തായ കാര്യങ്ങളാണ്. ഇതൊന്നും പറയൽ നിർബന്ധമില്ല. അതൊക്കെ നിയ്യത്തിൽ വരൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ. റമദാനിലെ നോമ്പിൻ്റെ നിയ്യത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി എന്ന് അഭിപ്രായമുള്ള മദ്ഹബ് ഏതാണ്? അത് ഹനഫി മദ്ഹബാണ്. അപ്പോൾ രണ്ട് മദ്ഹബുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് മാലിക്കി മദ്ഹബാണ്. റമദാനിലെ ആദ്യ രാത്രിയിൽ തന്നെ എല്ലാ നോമ്പുകൾക്കും വേണ്ട നിയ്യത്ത് വെക്കാം എന്നാണ് മാലിക്കി മദ്ഹബ് പറഞ്ഞത്. ഇനി ഹനഫി മദ്ഹബിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? അതായത് നിയ്യത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി. അതായത് റമദാനിലെ നിയ്യത്ത് നമ്മൾ സാധാരണ എപ്പോഴാണ് വെക്കുക? സുബഹിക്ക് മുമ്പിലെ, സുബഹിക്ക് മുമ്പാണ് നമ്മൾ വെക്കുക. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി. റമദാനിലെ നോമ്പിൻ്റെ നിയ്യത്ത് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി എന്നാണ് ഹനഫി മദ്ഹബിലെ അഭിപ്രായം. നോമ്പില്ലാത്തവൻ അസ്തമയ സമയം വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ നോമ്പുള്ളവനെ പോലെ കഴിയുന്നതിന് പറയുന്ന പേരെന്താണ്? ഇംസാക്ക് എന്നാണ്. എന്താ പറഞ്ഞത്? അതായത് നോമ്പില്ലാത്തവൻ അസ്തമയ സമയം വരെ അഥവാ മഗ്രിബ് വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ, അപ്പോൾ നോമ്പില്ലാത്ത ആളാണ്, പക്ഷെ ഓന് മഗ്രിബ് ആകുന്നത് വരെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ, ഭക്ഷണം കഴിക്കാതെ അല്ലേ, നോമ്പ് മുറിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, പറഞ്ഞിട്ടുണ്ടല്ലോ. തടിയുള്ളത് അങ്ങോട്ട് പോകാതിരിക്കുക, തടിയുള്ളത് ഇങ്ങോട്ട് വരാതിരിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക അല്ലേ, സംയോഗത്തിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള കുറേ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോമ്പില്ലാത്ത ആളാണ്, പക്ഷെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ മഗ്രിബ് വരെ നിൽക്കുന്നതിന് പറയുന്ന പേരാണ് ഇംസാക്ക് എന്ന്. എന്താ പറയുക? ഇംസാക്ക്. അപ്പോൾ ഇംസാക്ക് എന്ന് പറഞ്ഞാൽ നോമ്പില്ലാത്ത ആൾ നോമ്പുള്ളവരെ പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കൽ, അതാണ് ഇംസാക്ക്. ഇനി നിയ്യത്ത് വെക്കാൻ മറന്നവൻ ഇംസാക്ക് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ റമദാൻ നോമ്പിൽ ഒരു ദിവസം നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാൻ മറന്നു എന്ന് വിചാരിക്കുക. സുബഹിയായതിന് ശേഷമാണ് പടച്ചോനെ നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മയാകുന്നത്. എന്നാൽ പിന്നെ എന്തായാലും നോമ്പില്ല, എന്തായാലും നോമ്പ് പോയി, ഇനി ഖളാ വീട്ടണം എന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയിട്ട് തലേന്നത്തിൻ്റെ ബാക്കിയുള്ളൊക്കെ കൂടെ തിന്നാൻ പറ്റുമോ? ഇല്ല. നിർബന്ധമായിട്ടും ഇംസാക്ക് ചെയ്യണം. അഥവാ അങ്ങനെ നിയ്യത്ത് വെക്കാൻ ഒരാൾ മറന്നു പോയാലും നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാതെ, ഭക്ഷണം കഴിക്കാതെ, ഒരു നോമ്പ് മുറിയുന്ന കാര്യവും ചെയ്യാതെ മഗ്രിബ് വരെ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ്. ഇനി സുന്നത്ത് നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുന്ന സമയം ഏതാണെന്നറിയോ? നോമ്പ് ദിവസം ഉച്ച വരെയാണ്. അപ്പോൾ ഒരുപാട് സുന്നത്ത് നോമ്പുകളിൽ അറഫ ദിനം, മിറാജ് നോമ്പ്, ഇങ്ങനെ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട് അല്ലേ. സുന്നത്ത് നോമ്പുകൾക്ക് നമ്മൾ നേരത്തെ ഹനഫി മദ്ഹബിൽ പറഞ്ഞ അതേ സമയം വരെയുണ്ട്. ഹനഫി മദ്ഹബിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഉച്ച വരെ ഫറള് നോമ്പിന് അല്ലേ, റമദാൻ മാസത്തിലെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് എത്ര വരെയുള്ളൂ? സുബഹി വരെയുള്ളൂ. എന്നാൽ സുന്നത്ത് നോമ്പിന് ഏതുവരെ സമയമുണ്ട്? നമുക്കും ഉച്ച വരെ നിയ്യത്ത് വെക്കാനുള്ള സമയം ഉണ്ട്. രാത്രി നോമ്പിൻ്റെ നിയ്യത്ത് വെച്ച ശേഷം, അഥവാ രാത്രി നോമ്പിൻ്റെ നിയ്യത്ത് വെച്ച ശേഷം നോമ്പ് മുറിയുന്ന കാര്യം സംഭവിച്ചാൽ വീണ്ടും നിയ്യത്ത് വെക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്. അതായത് രാത്രി നമ്മൾ നോമ്പിൻ്റെ നിയ്യത്ത് വെച്ചു, മഗ്രിബിനോ അല്ലെങ്കിൽ ഇശാഇനൊക്കെ നമ്മൾ നിയ്യത്ത് വെക്കുമല്ലോ, കിടക്കാൻ നേരത്തൊക്കെ നിയ്യത്ത് വെച്ചു എന്ന് വിചാരിക്കാം. എന്നിട്ട് ആ നിയ്യത്ത് നമ്മൾ എന്ത് ചെയ്യാണ്?
പിന്നെ ശേഷം നോമ്പ് മുറിയുന്ന കാര്യം സംഭവിച്ചാൽ വീണ്ടും നിയ്യത്ത് വെക്കുക. അതായത് നമ്മൾ അതിനുശേഷം ഭക്ഷണം കഴിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു, നിയ്യത്ത് വെച്ചതിന് ശേഷം രാത്രി നമ്മൾ നിയ്യത്ത് വെച്ചു, അതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള നോമ്പ് മുറിയുന്ന വല്ലതും ചെയ്തു, എന്നിട്ട് വീണ്ടും നിയ്യത്ത് വെക്കൽ എന്താണ്? സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല, സുന്നത്താണ്. ഇനി നോമ്പ് എടുക്കുന്നവൻ രാത്രി സംയോഗത്തിലേർപ്പെട്ട് സുബഹിക്ക് മുമ്പ് കുളിക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് സുന്നത്താണ്. അപ്പം രാത്രി നോമ്പ് അടുത്ത പകലിൽ നോമ്പ് നോൽക്കാനൊക്കെ ഉദ്ദേശിച്ച് നിയ്യത്തൊക്കെ വെച്ച അയാൾ എന്ത് ചെയ്തു? ആ രാത്രി സംയോഗത്തിൽ ഏർപ്പെട്ടു, പക്ഷേ സുബഹിക്ക് മുമ്പ് കുളിക്കുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്. നിർബന്ധമായിട്ടും എന്ത് ചെയ്യണമെന്നില്ല, സുബഹിക്ക് മുമ്പ് കുളിക്കണമെന്നില്ല, സുബഹിക്ക് ശേഷം കുളിച്ചാലും മതിയാകുന്നതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്രയാണ്? 4 നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4. ബോധക്ഷയം മൂലം നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടായാലാണ്. അതായത് ബോധക്ഷയം മൂലം നോമ്പ് മുറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പകൽ മുഴുവൻ ബോധക്ഷയം ഉണ്ടാവണം. അതായത് ഒരാൾക്ക് പകൽ മുഴുവൻ ബോധമില്ലാതെയായി, ഇയാൾ സുബഹിക്ക് പിന്നെ നോമ്പെടുക്കാമെന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ സുബഹി മുതൽ മഗ്‌രിബ് വരെ അയാൾക്ക് ബോധമില്ലാതെ ആയാലാണ് ബോധക്ഷയം മൂലം നോമ്പ് ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ അല്പസമയമെങ്കിലും അയാൾക്ക് ബോധം കിട്ടിയാൽ അന്നത്തെ നോമ്പ് അയാൾക്ക് കിട്ടും. പകൽ നോമ്പ് ആരംഭിച്ച് നോമ്പ് അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ സമയം അയാൾക്ക് ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അന്നത്തെ നോമ്പുണ്ടാവില്ല. മനഃപൂർവ്വം ഉണ്ടാക്കിയ ബോധക്ഷയം കൊണ്ട് നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? കുറഞ്ഞ സമയമാണെങ്കിലും നോമ്പ് മുറിയും. അതായത് മനഃപൂർവ്വം ബോധം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഒരാൾ ബോധപൂർവം ചെയ്തു, അല്ലേ? അതായത് ലഹരി ബാധിക്കുക, മത്ത് ബാധിക്കുക, അങ്ങനെ സ്വന്തം ബോധം നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഒരാൾ മനഃപൂർവ്വം ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയം ബോധം നഷ്ടപ്പെട്ടാലും മതി, അവൻ്റെ നോമ്പ് മുറിയും. എന്നാൽ മനഃപൂർവ്വം അല്ലാതെ ഒരാൾക്ക് ബോധക്ഷയം വന്നിട്ട് നോമ്പ് നഷ്ടപ്പെടണമെങ്കിൽ പകൽ മുഴുവൻ അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടിരിക്കണം. മനസ്സിലായോ? സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരാൾക്ക് എന്ത് ചെയ്യാണ്? ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നോമ്പ് കിട്ടാതിരിക്കണമെങ്കിൽ പകൽ മുഴുവൻ ബോധം നഷ്ടപ്പെടണം. സ്വയം അയാൾ എന്ത് ചെയ്യാണ്? മനഃപൂർവ്വം ഒരാൾ എന്ത് ചെയ്യാണ്? ബോധക്ഷയം ഉണ്ടാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പകലിൽ അല്പസമയം ബോധം നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും? നോമ്പ് മുറിയും. ലഹരിബാധ കൊണ്ട് നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? പകൽ മുഴുവൻ ലഹരിബാധ ഉണ്ടായാലാണ്. അപ്പോൾ ലഹരിബാധ ഒരാൾക്ക് പകൽ മുഴുവൻ ലഹരി ബാധിച്ച് കഴിഞ്ഞാലും അയാളുടെ നോമ്പ് മുറിയുന്നതാണ്. മനഃപൂർവ്വമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അല്പസമയം ഉണ്ടായാലും നോമ്പ് മുറിയും. ഇത് മനഃപൂർവ്വമല്ല, മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒരാൾക്ക് ലഹരി വരികയും അങ്ങനെ അയാൾക്ക് പകൽ മുഴുവൻ ലഹരിബാധ ഉണ്ടാവുകയും ചെയ്താൽ അയാളുടെ നോമ്പ് നഷ്ടപ്പെടുന്നതാണ്. മനഃപൂർവ്വം ഉണ്ടാക്കിയ ലഹരിബാധ കൊണ്ട് നോമ്പ് മുറിയുന്നത് എങ്ങനെയാണ്? കുറഞ്ഞ സമയമാണെങ്കിലും നോമ്പ് മുറിയും. അതായത് ഒരാൾ മനഃപൂർവ്വം ലഹരി ഉണ്ടാക്കി, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു, അല്പസമയം അയാൾക്ക് ബോധം നഷ്ടപ്പെട്ടു, ലഹരി ബാധിച്ചു, അല്പസമയമാണെങ്കിലും അയാളുടെ നോമ്പ് മുറിയാൻ കാരണമാകും. ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയാത്ത ദ്വാരങ്ങൾ ഏതൊക്കെയാണ്? രോമകൂപം, അതുപോലെ തന്നെ കണ്ണ്. നമുക്ക് രോമങ്ങൾ അവിടെ മുളച്ച് വരുന്ന ആ ഒരു ദ്വാരമുണ്ടല്ലോ, അതാണ് രോമകൂപം. അപ്പോൾ ആ രോമകൂപത്തിലൂടെ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിയില്ല. അതുപോലെ തന്നെ കണ്ണിലൊക്കെ നമ്മൾ മരുന്ന് ഉറ്റിച്ചിട്ട് അതിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തേക്ക് പോയാലും നോമ്പ് മുറിയില്ല. അപ്പോൾ ഉള്ളിലേക്ക് വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയാത്ത ദ്വാരങ്ങളാണ് രോമകൂപം, കണ്ണ്. നോമ്പുകാരൻ രുചി നോക്കാൻ ഭക്ഷണം നാക്കിൽ വെക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. നോമ്പുകാരൻ രുചി നോക്കാൻ വേണ്ടി ഭക്ഷണം നാക്കിൽ വെക്കുന്നതിൻ്റെ വിധി കറാഹത്താണ്, ഹറാമില്ല. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് വായയുടെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാവിൽ ഒന്ന് രുചി നോക്കുന്ന കാര്യം മാത്രമാണ് പറയുന്നത്. ഉള്ളിലേക്ക് ഇറക്കൽ നോമ്പ് മുറിയാൻ കാരണമാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നാവിൽ വെച്ചിട്ട് രുചി നോക്കൽ എന്താണ്? ഹറാമൊന്നുമില്ല, കറാഹത്താണ്. നോമ്പുകാരൻ മുങ്ങിക്കുളിക്കുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. ഉള്ളിലേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയും. പക്ഷെ അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം പോകില്ല എന്ന ഒരു വിശ്വാസത്തോടു കൂടെ, ഉറപ്പോടുകൂടെ മുങ്ങി കുളിക്കൽ എന്താണ്? അത് കറാഹത്താണ്. ഷറഹുൽ മുഹദബ് എന്ന ഗ്രന്ഥം എഴുതിയതാരാണ്? ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ്. ഷറഹുൽ മുഹദബ് എന്ന ഗ്രന്ഥം എഴുതിയത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ആണ്. സംയോഗം കൊണ്ട് ബാത്തിലായ നോമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാകുന്നതോടൊപ്പം കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം നിർബന്ധമാകുന്നത് ആർക്കാണ്? അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഒരു റമളാനിലെ നിർബന്ധമായ നോമ്പിലെ പകൽ ദിവസം സംയോഗത്തിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് ഖളാ വീട്ടണം, അല്ലേ? അങ്ങനെ ഖളാ വീട്ടുന്നതിൻ്റെ കൂടെ കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യൽ നിർബന്ധമാകും. എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് നമുക്ക് പറയാം. അപ്പം റമളാനിൽ
പകലിൽ നോമ്പുള്ള ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ നോമ്പ് മുറിഞ്ഞു, ഖലാ വീട്ടണം. ഖലാ വീട്ടുന്നതിൻ്റെ പുറമെ ഒരു പ്രായശ്ചിത്തം അഥവാ കഫാറത്ത് കൂടെ അവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ കഫാറത്ത് ചെയ്യൽ നിർബന്ധം ആർക്കേ ഉള്ളൂ? പുരുഷന് മാത്രമേ ഉള്ളൂ. അവിടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട സംയോഗത്തിലേർപ്പെട്ട സ്ത്രീക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അത് നിർബന്ധമില്ല. പുരുഷന് മാത്രമേ കഫാറത്ത് അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുള്ളൂ. ഇത് നമുക്ക് നോക്കാം. സംയോഗം കൊണ്ട് ബാത്തിലായ നോമ്പിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അപ്പം ഭാര്യ ഭർത്താക്കന്മാർ റമളാൻ്റെ പകലിൽ ഈ സംയോഗത്തിൽ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയും, അതോടൊപ്പം നമുക്ക് ഖലാ വീട്ടണം, പ്രായശ്ചിത്തവും ചെയ്യണം. ആരാ ചെയ്യേണ്ടത്? പുരുഷൻ മാത്രം പ്രായശ്ചിത്തം ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ഈ പ്രായശ്ചിത്തം? നോമ്പ് ഖലാ വീട്ടൽ കൂടാതെയുള്ള പ്രായശ്ചിത്തം എന്താണ്? അല്ലെങ്കിൽ കഫാറത്ത് എന്താണ്? ഒന്ന്, അടിമയെ മോചിപ്പിക്കുക. ഒരു അടിമയെ മോചിപ്പിച്ചിരിക്കണം. ഇനി അതിന് കഴിയില്ല, ഇപ്പോൾ അടിമനെ നോക്കി നടന്നാൽ നമുക്ക് അടിമയെ കിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ അടിമനെ കിട്ടിയില്ല, എന്ത് ചെയ്യണം? തുടർച്ചയായി 60 ദിവസം നോമ്പ് നോൽക്കണം. രണ്ടാമത്തെ ഓപ്ഷനാണ്. അടിമയെ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തുടർച്ചയായി 60 ദിവസം നോമ്പ് നോൽക്കുക. അതും കഴിയില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? 60 സാധുക്കൾക്ക് മുദ്ദ് നൽകൽ. ഒരാൾക്ക് 60 ദിവസം നൽകിയാൽ പോരാ, 60 സാധുക്കൾക്ക് മുദ്ദ് നൽകൽ. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? സംയോഗം കൊണ്ട് ബാത്തിലായ നോമ്പിനുള്ള പ്രായശ്ചിത്തം അല്ലെങ്കിൽ കഫാറത്ത് എന്ന് പറയുന്നത്. അപ്പം 60 ദിവസമാണ് തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കേണ്ടത്. 60 സാധുക്കൾക്കാണ് മുദ്ദ് നൽകേണ്ടത്. ഫറലായ ഒരു ഇബാദത്ത് ആരംഭിച്ച ശേഷം മുറിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. ഇപ്പം നമ്മൾ ഫറലായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, നോമ്പാവട്ടെ, നിസ്കാരമാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഫറലായ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ വെച്ച് നിർത്താൻ പാടില്ല. അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ഇടയിൽ വെച്ച് മുറിക്കൽ ഹറാമാണ്. ഇടക്ക് വെച്ച് മുറിക്കൽ അനുവദനീയമല്ലാത്ത സുന്നത്തായ കർമ്മങ്ങൾ ഏതാണ്? അത് ഹജ്ജും ഉംറയുമാണ്. അപ്പോൾ ഇടക്ക് വെച്ച് മുറിക്കൽ അനുവദനീയമല്ലാത്ത സുന്നത്തായ കർമ്മം. അപ്പോൾ നമുക്കറിയാം ഫർള് മാത്രമാണ് ഇടയിൽ വെച്ച് മുറിക്കൽ ഹറാമുള്ളൂ. പക്ഷേ 2 സുന്നത്തായ കർമ്മങ്ങൾ ഇടക്ക് വെച്ച് മുറിക്കൽ എന്തല്ല? അനുവദനീയമല്ല. അതേതാണ്? ഹജ്ജ് ഉംറ. അപ്പോൾ ഹജ്ജ് ചെയ്യാണ്, സുന്നത്തായ ഹജ്ജാണ്. ഒരു ഹജ്ജ് ചെയ്തതാണ്, സുന്നത്തായ ഹജ്ജ് ചെയ്യാണ്. അല്ലെങ്കിൽ ഒരു ഉംറ നിർവഹിച്ചതാണ്, സുന്നത്തായ ഉംറ നിർവഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? നിർബന്ധമായ അമലുകൾ മാത്രമേ ഇടക്ക് വെച്ച് നിർത്താൻ പാടില്ലാത്തതുള്ളൂ. സുന്നത്തായ കർമ്മങ്ങൾ ഇടയിൽ വെച്ച് നിർത്തുന്നതിന് കുഴപ്പമില്ല, അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ. പക്ഷേ 2 അമലുകൾ, സുന്നത്തായ 2 കാര്യങ്ങൾ ഇടക്ക് വെച്ച് നിർത്താൻ പാടില്ല, തുടങ്ങിയാൽ പൂർത്തീകരിക്കൽ നിർബന്ധമാണ്. അതേതൊക്കെയാണ്? സുന്നത്തായ ഹജ്ജും സുന്നത്തായ ഉംറയുമാണ്. ഇനി ഇംസാക്ക് നിർബന്ധമായ വിഭാഗം എത്രയാണ്? 7 വിഭാഗക്കാരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പില്ലാത്ത ആൾ നോമ്പുള്ളവരെ പോലെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ. അപ്പോൾ അങ്ങനെ ഇംസാക്ക് നിർബന്ധമായ വിഭാഗം എത്രയാണ്? 7 വിഭാഗം ജനങ്ങളാണ് ഇംസാക്ക് നിർബന്ധമായിട്ടുള്ളവർ. അത്താഴം കഴിക്കുന്നതിന് ശ്രേഷ്ഠമായ ഭക്ഷണത്തിൻ്റെ ക്രമം എന്തൊക്കെയാണ്? ആദ്യം ഈത്തപ്പഴം, പിന്നെ കാരക്ക, പിന്നെ വെള്ളം. അപ്പോൾ അത്താഴം കഴിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഈത്തപ്പഴം, പിന്നെ കാരക്ക, പിന്നെ വെള്ളം എന്ന ക്രമത്തിലാണ്. നമ്മുടെ നോമ്പ് തുറക്കുന്ന കാര്യം പോലെ തന്നെ പ്രത്യേകം ബർക്കത്തുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അത്താഴം കഴിക്കലാണ്. അപ്പോൾ അത്താഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മടിയുണ്ടാവില്ലേ? രാവിലെ എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു മടിയുണ്ടാവും അല്ലേ? അപ്പോൾ അതെന്ത് ചെയ്യുക? സുന്നത്തായ കർമ്മമാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതാണ്. അപ്പോൾ അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. പ്രത്യേകം ബർക്കത്തുള്ളതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അത്താഴം കഴിക്കൽ. ഈ അത്താഴം ഏത് സമയം വരെ പിന്തിക്കലാണ് സുന്നത്ത്? 50 ആയത്ത് ഓതിയാൽ സുബഹി ആകും എന്ന സമയം വരെ. അതായത് സുബഹിക്ക് നമ്മൾ എഴുന്നേറ്റു, അത്താഴത്തിന് എഴുന്നേറ്റു, ഒരു സുബഹി ബാങ്ക് വരെ ഒരു 50 ആയത്തിൻ്റെ ഗ്യാപ്പുണ്ട്, അത്രയും പിന്തിക്കുക. മനസ്സിലായി? ഒരുപാട് നേരത്തെ അത്താഴം കഴിക്കരുത്. സുബഹിക്ക് ഒരു 50 ആയത്ത് ഓതിയാൽ സുബഹി ബാങ്ക് കൊടുക്കാൻ സമയമാകും എന്ന ഒരു സമയം എത്തുന്നത് വരെ പിന്തിക്കൽ വളരെ സുന്നത്താണ്. അതായത് ഏകദേശം ഒരു 20 മിനിറ്റ്. അപ്പോൾ 1 മണിക്കൂറും 3/4 മണിക്കൂറൊക്കെ തിന്നുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അത്രയും കുറച്ച് മാത്രം ഭക്ഷണം നമുക്ക് മതിയാകുന്നതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് അഥവാ ഒരു 50 ആയത്ത് ഓതുന്ന സമയം, ആ സമയത്തിനുള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? അത്താഴം കഴിക്കേണ്ടത്. അത്രയും പിന്തിപ്പിക്കൽ സുന്നത്താണ്. ഇനി നമുക്ക് നോക്കാം ഒരു ദുആ, ഒരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. എന്താണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂമുൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്. ഇത് നിങ്ങൾ കാണാതെ പഠിക്കൊന്നും വേണ്ട. പക്ഷേ ഈ ദിക്ർ തന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ചൊല്ലൽ സുന്നത്തായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? അത്താഴം കഴിച്ച ശേഷം. അപ്പോൾ അത്താഴം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദിക്റുണ്ട്. അത്താഴം കഴിച്ച് കഴിഞ്ഞാലുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം
ഖയ്യൂമു അൽ ഖായിമു അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത്ത് എന്നത്. അപ്പോൾ ദിക്ർ തന്നിട്ട് എപ്പോൾ ചൊല്ലണ്ടെന്ന് ചോദിച്ചാൽ അത്താഴം കഴിച്ച ശേഷം എന്ന് പറയുക. രാത്രി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് 2 ദിവസത്തെ നോമ്പുകളെ ചേർക്കുന്നതിന് പറയുന്ന പേരാണ് വിസ്വാല് എന്നത്. അതായത് ഒരാൾ ഇന്ന് രാവിലെ സുബഹി മുതൽ നോമ്പ് ആരംഭിച്ചു, അങ്ങനെ മഗ്‌രിബ് നോമ്പ് തുറക്കേണ്ട സമയം, ഇശ നോമ്പ് തുറക്കേണ്ട സമയത്ത് നോമ്പ് തുറക്കുന്നില്ല, നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല, അങ്ങനെ അയാൾ അടുത്ത അത്താഴ സമയം കഴിഞ്ഞു, സുബഹിയും കഴിഞ്ഞു, അടുത്ത നോമ്പ് നോൽക്കുക. അപ്പോൾ 2 ഇടയിലുള്ള ആ രാത്രി സമയത്ത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ 2 നോമ്പുകളെ ഒരുമിച്ച് ചേർക്കുന്നതിന് പറയുന്ന പേരാണ് വിസ്വാല്. എന്താ പറയുക? വിസ്വാല്. 2 നോമ്പുകളെ പരസ്പരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ആ രാത്രി സമയത്തൊന്നും ചെയ്യാതെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് വിസ്വാല് എന്ന് പറയുക. പേര് പഠിക്കുക, വിസ്വാല്. നോമ്പ് മുറിച്ചയുടൻ സുന്നത്താണ് എന്ത്? അടുത്ത നോമ്പിൻ്റെ നിയ്യത്ത് വെക്കൽ. അപ്പോൾ നോമ്പ് നമ്മൾ തുറന്ന് കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യാറ്? നന്നായിട്ട് ഭക്ഷണം കഴിക്കൂലേ? അത്രയും നേരം ഭക്ഷണം കഴിക്കാതിരുന്നതിൻ്റെ കണക്കുകൾ അപ്പം വീട്ടൂലേ? അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഉടനെ സുന്നത്ത് എന്താണെന്നറിയോ? അടുത്ത നോമ്പിൻ്റെ നിയ്യത്ത് വെക്കലാണ്. ഇനി അത്താഴ ശേഷം സുന്നത്താണ് എന്ത്? നിയ്യത്ത് പുതുക്കൽ. അപ്പോൾ നമ്മൾ രാത്രിയോ മഗ്‌രിബിന് ശേഷമോ അല്ലെങ്കിൽ തറാവീഹിൻ്റെ സമയത്ത് പള്ളിയിൽ നിന്നൊക്കെ നമ്മൾ നിയ്യത്ത് വെക്കും. തറാവീഹിൻ്റെ സമയത്ത് നിയ്യത്ത് വെക്കുമ്പോൾ ഓർക്കണം, നിയ്യത്ത് ഖൽബിയ ഫീലാണ്, മനസ്സുകൊണ്ട് പറയണം, നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. അപ്പോൾ അങ്ങനെ നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് ആ അത്താഴ ശേഷം വീണ്ടും ആ നിയ്യത്തിൻ്റെ പുതുക്കൽ എന്താണ്? സുന്നത്താണ് കേട്ടോ. ഇനി നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം കാരണം കൂടാതെ ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അപ്പോൾ നോമ്പുകാരന് നോമ്പ് എടുത്തു, ഉച്ച കഴിഞ്ഞു, ഒരു കാരണവും ഇല്ലാതെ വെറുതെ ബ്രഷ് ചെയ്യൽ എന്താണ്? അത് കറാഹത്താണ്. അപ്പോൾ നമുക്കറിയാം ഏത് സമയം ഒരാൾക്ക് ചെയ്യൽ സുന്നത്തായ കർമ്മമാണ് ഈ ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത്. മനസ്സിലായോ? ഏത് നോമ്പല്ലാത്ത ദിവസങ്ങളിൽ, നോമ്പല്ലാത്ത കാലങ്ങളിൽ ഏത് സമയത്ത് ബ്രഷ് ചെയ്താലും അത് സുന്നത്താണ്. പക്ഷേ നോമ്പ് റമദാൻ മാസത്തിൽ ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രഷ് ചെയ്യാം. മനസ്സിലായോ? നോമ്പിന് റമദാനിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഉറക്കം വന്ന് ഉറങ്ങിയാൽ, വായ പകർച്ചയായാലൊക്കെ നമുക്ക് ബ്രഷ് ചെയ്യാം. അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യൽ എന്താണ്? മിസ്വാക്ക് ചെയ്യൽ എന്താണ്? കറാഹത്താണ്. നോമ്പുകാരൻ മരണപ്പെട്ടാൽ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ കഫൻ പുടവയിലോ സുഗന്ധം പൂശുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്തൊന്നുമില്ല. അപ്പോൾ നോമ്പുകാരന് ജീവിതകാലത്ത് എന്ത് ചെയ്യാൻ പാടില്ല? സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. നോമ്പിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പകൽ സമയത്ത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോമ്പുകാരൻ മരിച്ചാൽ ഓന് നോമ്പുകാരനായിരുന്നല്ലോ, നോമ്പുകാർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ മയ്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ വെള്ളത്തിലോ കഫൻ തുണിയോ ഒന്നും എന്ത് കറാഹത്തില്ല, സുഗന്ധം ഉപയോഗിക്കുന്നതിന് കറാഹത്തില്ല, ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇഹ്റാമിൽ മരണപ്പെട്ടയാളുടെ കഫൻ പുടവയിലോ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ സുഗന്ധം ഉപയോഗിക്കുന്നതിന് വിധി എന്താണ്? അത് ഹറാമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇഹ്റാം ചെയ്താൽ ഹറാമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അല്ലേ എന്ത്? സുഗന്ധം ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് തല മറക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇഹ്റാമിൽ ഒരാൾ മരണപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അയാളുടെ കഫം പുടവയിലോ കുളിപ്പിക്കുന്ന വെള്ളത്തിലോ സുഗന്ധം ഉപയോഗിക്കൽ എന്താണ്? ഹറാമാണ്, പാടില്ല. ഇനി മദീ പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾക്ക് വികാരം ഉണ്ടാകുന്ന സമയത്ത് പുറപ്പെടുന്ന മദീ പുറപ്പെട്ടാൽ നോമ്പ് മുറിയും എന്ന് വീക്ഷണമുള്ള മദ്ഹബാണ് ഹംബലി മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബും. നമ്മുടെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് മദീ പുറപ്പെട്ട് കഴിഞ്ഞാൽ, വികാരം ഉണ്ടാകുന്ന സമയത്ത് പുറപ്പെടുന്ന മദീ പുറപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല. പക്ഷേ അങ്ങനെ മദീ പുറപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് മുറിയും എന്ന് വീക്ഷണമുള്ള മദ്ഹബുകളാണ് ഹംബലി മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബും. ഇനി റമളാനിൽ മാത്രമുള്ള പ്രത്യേക നിസ്കാരം ഏതാണ്? തറാവീഹ് നിസ്കാരം. എല്ലാവർക്കും അറിയാലോ അല്ലേ? റമളാനിൻ്റെ അലങ്കാരാഭരണം എന്നറിയപ്പെടുന്നത് എന്താണ്? തറാവീഹ് കേട്ടോ. റമളാനിൻ്റെ അലങ്കാരാഭരണം എന്നറിയപ്പെടുന്നത് തറാവീഹാണ്. തറാവീഹിൻ്റെ സമയം എത്രയാണ്? ഇശാ നിസ്കരിച്ചിട്ട് സുബ്ഹി വരെയാണ് തറാവീഹിൻ്റെ സമയം. ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ് സുബ്ഹി വരെ എന്തിൻ്റെ സമയമുണ്ട്? തറാവീഹിൻ്റെ സമയമുണ്ട്. സ്വഹാബത്തിൻ്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? തറാവീഹ് 20 റക്അത്ത്. എന്താണ്? സ്വഹാബത്തിൻ്റെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം എന്താണ്? തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുക എന്നത് സ്വഹാബത്തിൻ്റെ ഇജ്മാഅ് എന്ന ഏകാഭിപ്രായം. അപ്പോൾ ഏകാഭിപ്രായം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് 20 റക്അത്ത് തന്നെ
തറാവീഹ് നിസ്കരിക്കുക. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വിശ്രമിക്കലുകൾ എന്നാണ്. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? വിശ്രമിക്കലുകൾ എന്നാണ്. തറാവീഹിന് ആ പേര് വരാൻ കാരണം എന്താണ്? 4 റക്അത്ത് കഴിഞ്ഞാൽ വിശ്രമിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമിക്കലുകൾ എന്നാണ് അർത്ഥം. ആ പേര് വരാൻ കാരണം എന്താ? ഓരോ 4 റക്അത്ത് കഴിയുമ്പോഴും ഒരു ചെറിയ വിശ്രമം, അല്ലെ എന്തെങ്കിലും ദിക്റുകളൊക്കെ ചൊല്ലി അങ്ങോട്ടൊന്ന് നടക്കുക, ഇങ്ങോട്ടും നടക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശ്രമം 4 റക്അത്തുകൾക്കിടയിൽ ഉള്ളത് കൊണ്ടാണ് ആ പേര് വന്നത്. റമദാൻ കഴിഞ്ഞാൽ പോലും തറാവീഹ് ഖളാ വീട്ടുന്നതിൻ്റെ വിധി എന്താണ്? സുന്നത്താണ്. അപ്പോൾ റമദാനിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് തറാവീഹ് 1-2 ദിവസം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. റമദാൻ കഴിഞ്ഞാലും അതെന്ത് ചെയ്യാം? ഖളാ വീട്ടാവുന്നതാണ്. അങ്ങനെ ഖളാ വീട്ടൽ സുന്നത്തുമാണ്. ഫാത്തിഹയിലെ ആയത്തുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ് അല്ലേ? ബിസ്മിയാണ് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്. അങ്ങനെ ആകെ 7 ആയത്തുകളാണ് ഫാത്തിഹയിലുള്ളത്. ഫാത്തിഹയിലെ പദങ്ങളുടെ എണ്ണം എത്രയാണ്? 27. ഫാത്തിഹയിലെ പദങ്ങളുടെ എണ്ണം 27. ഫാത്തിഹയിലെ ഷദ്ദുകളുടെ എണ്ണം എത്രയാണ്? 14. ഫാത്തിഹയിൽ ആകെ എത്ര ഷദ്ദുകളാണുള്ളതെന്ന് ചോദിച്ചാൽ എത്ര എഴുതുക? 14. 7 ആയത്ത്, 14 ഷദ്. ഇനി ആകെ അക്ഷരങ്ങൾ എത്രയുണ്ട്? 156. ഫാത്തിഹയിൽ ആകെയുള്ള അക്ഷരങ്ങളുടെ എണ്ണം 156. റുക്കൂഅ്, സുജൂദ്, സുജൂദുകൾക്കിടയിലെ ഇരുത്തം ഇവയിൽ നിർബന്ധമാകുന്നത് എന്താണ്? അടങ്ങി താമസിക്കൽ അല്ലെങ്കിൽ തുമഅനീനത്ത്. അപ്പോൾ ഏതൊക്കെയാണ് തുമഅനീനത്ത് നിർബന്ധമാകുന്നത്? എവിടെയൊക്കെയാണ്? റുക്കൂയിലേക്ക് പോവുക, അങ്ങനെ തന്നെ എഴുന്നേൽക്കുക പാടില്ല. കാരണം അവിടെ ചെല്ലാനുള്ള ദിക്റൊക്കെ സുന്നത്താണല്ലോ. അപ്പോൾ സുന്നത്തായതുകൊണ്ട് അത് ചെയ്യാതെ റുക്കൂയിലേക്ക് പോവുക, അങ്ങനെ തന്നെ എഴുന്നേറ്റ് വരാൻ പാടില്ല. തുമഅനീനത്ത്, ഒന്ന് അടങ്ങി താമസിക്കൽ അവിടെ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. സുജൂദും അങ്ങനെ തന്നെയാണ്. സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. അത് ചെയ്ത് ഉടനെ തിരിച്ചു വരാൻ പാടില്ല. ഒന്ന് അവിടെ അടങ്ങി താമസിക്കണം, അത് നിർബന്ധമാണ്. അവിടെയൊക്കെ ദിക്റുകൾ സുന്നത്താണെങ്കിലും അടങ്ങി താമസിക്കൽ എന്താണ്? നിർബന്ധമാണ്. തറാവീഹിൻ്റെ അത്തഹിയാത്തിൽ ഒഴിവാക്കൽ കറാഹത്തായ ഒരു ദുആ ഉണ്ട്. തറാവീഹ് നിസ്കരിക്കുമ്പം ഈ 2 റക്അത്തിൽ നമ്മൾ അത്തഹിയാത്ത് ഓതി സലാം വീട്ടാറുണ്ട് അല്ലേ? ആ അത്തഹിയാത്തിൽ ഒഴിവാക്കൽ കറാഹത്തായ ദുആ ഏതാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന ദുആ ആണ് തറാവീഹിൻ്റെ അത്തഹിയാത്തിൽ ഒഴിവാക്കൽ കറാഹത്ത്. തറാവീഹിൻ്റെ ഇമാമിന് സുന്നത്താണെന്ത്? ഖത്മ് തീർക്കൽ. അപ്പോൾ തറാവീഹിൻ്റെ ഇമാമിന് സുന്നത്തായത് എന്താണെന്ന് അറിയോ? ഖത്മ് തീർക്കലാണ്. ഖത്മുൽ ഖുർആൻ, ഖുർആന് ഖത്മ് തീർക്കൽ എന്താണ്? തറാവീഹിൻ്റെ ഇമാമിന് സുന്നത്താണ്. ചില പള്ളികളിലൊക്കെ ഉണ്ടാവില്ലേ തറാവീഹിന് ഖത്മ് തീർക്കുന്ന 30 ജുസ്ഉം ഓതി തീർക്കുന്ന പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തറാവീഹിൻ്റെ ഇമാമിന് സുന്നത്താണ് ഖത്മ് തീർക്കൽ. റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരം ഏതാണെന്നറിയോ? അത് വിത്തറാണ്. വിത്തറ് റമദാൻ ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ വിത്തറ് റമദാനിൽ അല്ലാത്തപ്പോൾ ഒറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. അതിൽ ജമാഅത്ത് സുന്നത്തില്ല. അപ്പം റമദാനിലും അല്ലാത്തപ്പോഴും ഉള്ള നിസ്കാരമാണ് എങ്കിൽ പക്ഷേ റമദാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ളത് വിത്തറാണ്. തറാവീഹ് എന്ന് പറഞ്ഞാൽ റമദാനിൽ മാത്രമേ ആ നിസ്കാരമുള്ളൂ. അതോടൊപ്പം തന്നെ അത് ജമാഅത്ത് സുന്നത്താണ്. പക്ഷേ വിത്തറ് റമദാനിലും അല്ലാത്തപ്പോഴും ഉണ്ട്. പക്ഷേ ജമാഅത്ത് സുന്നത്താവുക റമദാനിൽ മാത്രമാണ്. അടുത്തത് രാത്രിയിലെ അവസാന നിസ്കാരമായി പിന്തിപ്പിക്കൽ സുന്നത്തായ നിസ്കാരം ഏതാണ്? വിത്തറാണ്. അതായത് ഒരാളുടെ രാത്രിയിലെ ഏറ്റവും അവസാനത്തെ നിസ്കാരം എന്തായിരിക്കണം? വിത്തറായിരിക്കണം എന്നത് സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പുള്ള സമയമാണ് പറയുന്നത്. സുബഹി നമ്മൾ ബാങ്ക് കൊടുത്ത ഉടനെയൊക്കെ രാത്രി തന്നെയാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഫജറിന് മുമ്പുള്ള, സുബഹിക്ക് മുമ്പുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി വിത്തർ 1 റക്അത്ത് മാത്രം നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് ഖിലാഫുൽ ഔല എന്ന് പറയും. അഥവാ നല്ലതിന് എതിരാണ്. അത്ര നല്ലതല്ലാത്തൊരു കാര്യമാണ് വിത്തർ 1 റക്അത്ത് മാത്രം നിസ്കരിക്കൽ. വിത്തർ നമുക്കറിയാം മാക്സിമം 11 റക്അത്താണ്. അതിൻ്റെ പൂർണ്ണമായ ചുരുങ്ങിയ രൂപം 3 റക്അത്താണ്. അപ്പം വിത്തർ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യുക? മിനിമം 3 നിസ്കരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 1 നിസ്കരിച്ചാൽ മതി. പക്ഷേ പൂർണ്ണമായ ചുരുങ്ങിയ രൂപം എന്ന് പറഞ്ഞാൽ 3 റക്അത്ത് നിസ്കരിക്കലാണ്. അപ്പോൾ 1 റക്അത്ത് മാത്രം നിസ്കരിച്ച് ഒപ്പിക്കൽ എന്താണ്? അത് ഖിലാഫുൽ ഔല എന്നാണ്. ആ ഹുക്മിന് നമ്മൾ പറയുന്ന പേര് നല്ലതിന് എതിര്. ഇനി വിത്തർ 1 പതിവാക്കുന്നതിൻ്റെ വിധി എന്താണ്? അത് കറാഹത്താണ്. അപ്പം കറാഹത്തിനെക്കാട്ടും കുറച്ചും കൂടെ അത്ര കുഴപ്പമില്ലാത്ത ഒരു ഹുക്മാണ് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ. ഖിലാഫുൽ ഔലയേക്കാൾ ഗൗരവമാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ
എപ്പോഴും എന്ത് ചെയ്യുക, ഒരു റക്കഅത്ത് മാത്രം ഫിത്ർ നിസ്കരിച്ചിട്ട് തടി തപ്പൽ എന്താണ്, അത് കറാഹത്താണ്. അങ്ങനെ ചെയ്യരുത്. സ്ഥിരമായിട്ട് നിസ്കരിക്കുമ്പോൾ 3 റക്കഅത്ത് നിസ്കരിക്കുക, ഒന്ന് പതിവാക്കൽ കറാഹത്താണ്. വിത്റിലെ അവസാന 3 റക്കഅത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കുന്നതിന് വിധി എന്താണ്, അതും കറാഹത്താണ്. നമുക്കറിയാം വിത്ർ ഈ 2 റക്കഅത്തുകൾ നിസ്കരിക്കും, അങ്ങനെ അവസാനത്തെ ഒരു റക്കഅത്ത് ആ റക്കഅത്ത് മാത്രമായിട്ട് നിസ്കരിക്കും. അപ്പം വിത്ർ അവസാന 3 റക്കഅത്തും ഒരുമിച്ച് നിസ്കരിക്കൽ എന്താണ്, അത് കറാഹത്താണ്. വിത്റിലെ അവസാന 3 റക്കഅത്തുകൾ ഒരുമിച്ച് നിസ്കരിക്കൽ നിർബന്ധമായ മദ്ഹബ് ഏതാണ്, അത് ഹനഫി മദ്ഹബാണ്. അപ്പോൾ ഹനഫി മദ്ഹബിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അവർക്ക് ഫർള് നിസ്കാരമാണെങ്കിലും ഫർള് നോമ്പാണെങ്കിലും അല്ലെങ്കിൽ റമളാൻ നോമ്പാണെങ്കിലും അവർക്ക് ഉച്ചക്ക് മുമ്പ് എന്ത് ചെയ്താൽ മതി, നിയ്യത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, എന്താണ്, ഹനഫി മദ്ഹബ് പ്രകാരം വിത്റിലെ അവസാന 3 റക്കഅത്ത് എന്ത് ചെയ്യാവുന്നതാണ്, ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ്. പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്ത് നിയ്യത്തോടെ കഴിയലാണ് എന്ത്, ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇഅ്തികാഫ്? പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്ത് നിയ്യത്തോടെ കഴിയാതിരിക്കലാവാം, നടക്കലാവാം, എന്തുമാകാം. അപ്പോൾ പള്ളിയായി വഖഫ് ചെയ്ത സ്ഥലത്ത് നിയ്യത്തോടെ കഴിയുന്നതിനാണ് ഇഅ്തികാഫ് എന്ന് പറയുക. റമളാനിലെ അവസാന 10 പ്രത്യേകം സുന്നത്തായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം, ഇഅ്തികാഫ് ഇരിക്കൽ അല്ലെങ്കിൽ ഇഅ്തികാഫ് എന്ന് പറയണം. റമളാനിലെ അവസാന 10 പ്രത്യേകം സുന്നത്തായത് ഇഅ്തികാഫാണ്. ബിസ്മിയിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്, 19. ബിസ്മിയിലെ അക്ഷരങ്ങളുടെ എണ്ണം 19. അതുപോലെ തന്നെ തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ടത് എന്താണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 4 തവണ. തിലാവത്തിൻ്റെ സുജൂദിലെ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് സജദയുടെ ആയത്ത് വരുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാറുണ്ട്. ആ തിലാവത്തിൻ്റെ സുജൂദിൽ ചെല്ലേണ്ടത് എന്താണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 4 പ്രാവശ്യം ചൊല്ലുക. ലൈലത്തുൽ ഖദറിൽ അമൽ ചെയ്താലുള്ള പ്രതിഫലം എത്രയാണ്, 83 വർഷവും 4 മാസവും, അഥവാ 1000 മാസം അമൽ ചെയ്ത പ്രതിഫലമാണ്. അപ്പോൾ 83 വർഷം 4 മാസം അല്ലെങ്കിൽ 1000 മാസം പ്രതിഫലം കിട്ടുന്നതാണ് ലൈലത്തുൽ ഖദറിൽ നമ്മൾ ചെയ്യുന്ന അമലുകൾ എന്ന് പറയുന്നത്. അവസാനത്തെ ചോദ്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് മാത്രം അള്ളാഹു നൽകിയ അനുഗ്രഹം എന്താണ്, ലൈലത്തുൽ ഖദറാണ്. നമുക്കറിയാം നോമ്പ് നിസ്കാരമൊക്കെ മറ്റുള്ള അമ്പിയാക്കളുടെ അനുയായികൾക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു ഓഫർ ആർക്ക് മാത്രം ഉണ്ടായതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന് മാത്രം ഉള്ള പ്രത്യേകതയാണ് ലൈലത്തുൽ ഖദർ. മറ്റു സമുദായങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രത്യേക രാവ് അള്ളാഹു നൽകിയിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ റമളാനും നോമ്പുകളും എന്ന പാഠവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള 4ാമത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഒരൊറ്റ ക്ലാസ്സോടുകൂടി ഇൻഷാല്ലാഹ് നമുക്ക് ഈ പുസ്തകം തീർക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പാഠപുസ്തകങ്ങളുമായിട്ട് കെട്ടിക്കൂടണം. അതോടുകൂടി എന്ത് ചെയ്യണം, സിലബസ് വൃത്തിയായിട്ട് തീർത്ത് ഫുള്ള് പഠിച്ച് സ്കോളർഷിപ്പ് അടിച്ചെടുക്കണം. ഇൻഷാല്ലാഹ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അല്ലാഹു എല്ലാവർക്കും ഉന്നത വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.